പൗരന്മാരെ മൊത്തം വെള്ളലികൾ എന്ന പോലെ പരീക്ഷണ വസ്തുവാക്കി. ഇതാണപ്പോ മോദിയുടെ ഗ്യാരണ്ടി. എന്തിനാപ്പോ കോവിഷീൽഡ് വാക്സിൻ നിർമ്മാതാക്കള് മോദിക്കും BJPക്കും 52 കോടി നൽകിയത്? അന്ന് നമ്മുടെ കൺമുന്നില് ഒരുപാട് പേര് മരിച്ചു വീണായിരുന്നു. അക്കൂട്ടത്തില് കോവിഡ് വാക്സിൻ എടുത്തവരും ഉണ്ടായിരുന്നു, അല്ലാത്തവരും ഉണ്ടായിരുന്നു. എല്ലാ മരണവും കോവിഡ് മരണമെന്ന് നമ്മൾ തന്നെ വിധി എഴുതി. അല്ലായ്മ തെളിയിക്കാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്കാണെങ്കിലോ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. സ്വതന്ത്രാനന്തര ഭാരതം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഒന്നായിരുന്നു കോവിഡ് വ്യാപനവും പ്രതിരോധവും. ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുന്ന സ്ഥിതിയുണ്ടായി. ഭാരതാണെങ്കിലോ പ്രതിസന്ധിയിലായി. രോഗപ്രതിരോധത്തിനുള്ള നെട്ടോട്ടത്തിനിടയിലാണ് കോവിഷീൽഡ്, കോവാക്സിൻ തുടങ്ങിയ പേരുകളില് പല വാക്സിനുകളും രംഗത്ത് വന്നത്. മുമ്പും പിമ്പും നോക്കാതെ നമ്മളാണെങ്കിലോ ഈ വാക്സിനുകൾ സ്വീകരിക്കാൻ നിർബന്ധിതരായി. വാക്സിൻ എടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത നിയമങ്ങളാണെങ്കിലോ നിർമ്മിക്കപ്പെട്ടു. ഇതിൽ സംശയം പ്രകടിപ്പിച്ചവരെ ഒറ്റപ്പെടുത്തി യാഥാസ്ഥിതികർ, മൂരാച്ചി പുരോഗമന വിരുദ്ധർ, മത തീവ്രവാദി എന്നെല്ലാം അവരെ വിളിച്ചു. ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടം വെച്ച വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ലഭ്യമാക്കി. മോദിയും സംഘപരിവാറും ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു. അന്നും അതിൽ എതിർപ്പറിയിച്ച പ്രതിപക്ഷത്തിന് ചീത്ത വിളിക്കലായിരുന്നു മോദിയുടെ പ്രധാന പരിപാടി. വർഷങ്ങൾ 3-4 കഴിഞ്ഞു. കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ പലരും ഹൃദയാഘാതം മൂലവും അല്ലാതെയും കുഴഞ്ഞു വീണും മരണത്തിന് കീഴടങ്ങി. പല അന്വേഷണങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോഴും. വാക്സിൻ സ്വീകരിച്ചവരിൽ രക്തം കട്ടുപിടിക്കുകയും ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും അത് മരണ കാരണമാവുകയും ചെയ്തതായി സംശയമുണ്ടായിരുന്നു. മരണനിരക്കത്തിന്റെയും വാക്സിൻ സ്വീകരണത്തിന്റെയും അനുപാതം അപകടകരമായി കൂടി നിൽക്കുന്നു. അപ്പോഴാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന സ്വതന്ത്രാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ ഭരണകൂട അഴിമതി പുറത്തു വരുന്നത്. കോവിഷീൽഡ് വാക്സിൻ നിർമ്മാതാക്കള് മോദിക്കും BJPക്കും 52 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുണ്ടത്രേ. അപ്പോൾ ചിത്രം കുറെ കൂടി വ്യക്തമാണ്. UK ആസ്ഥാനമായ ആസ്ട്രോസെനക്ക എന്ന മരുന്ന് കമ്പനി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് നിർമ്മിച്ച വാക്സിൻ ഇന്ത്യയിൽ നിർമ്മിച്ചത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആയിരുന്നു. ഇതിന്റെ ഉടമ മോദിക്ക് നൽകിയത് 52 കോടി രൂപയാണ്. കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച ഈ കമ്പനി എന്തിനാണ് സർക്കാരിന് വഴിവിട്ട രീതിയിൽ കോടികളുടെ പണം നൽകിയത്? വാക്സിൻ സ്വന്തം ജനതയില് പരീക്ഷിച്ച് ഈ നാട്ടിലെ പൗരന്മാരെ പരീക്ഷണ വസ്തുവാക്കുന്നതിനോ? എങ്കിലും മോദി എന്ന പ്രധാനമന്ത്രി രാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും ജീവൻ വെച്ച് കളിച്ചു. അവരെ വഞ്ചിച്ചു, ഒറ്റുകൊടുത്തു. 52 കോടി രൂപയുടെ ബോണ്ട് നൽകി സഹായിച്ചത് എന്തിന്റെ പ്രത്യുപകാരമാണെന്ന് BJPയും മോദിയും വ്യക്തമാക്കണം. ഒരു ദരിദ്ര രാജ്യത്തിലെ പൗരന്മാരെ മൊത്തം വെള്ളലികൾ എന്ന പോലെ ഭരണകൂടവും പരീക്ഷണ വസ്തുവാക്കിയെന്ന് ഭാരതത്തിലെ ജനത സംശയിച്ചാൽ അത് അല്ലെന്ന് തെളിയിക്കാൻ കമ്പനിക്കും മോദിക്കും കഴിയുമോ? ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി? ഇങ്ങനെ രാജ്യത്തെ പൗരന്മാർ ഇനി പ്രധാനമന്ത്രി വിശ്വസിക്കും? മോദിയുടെ പൊയ്മുഖം ഇനിയെങ്കിലും അഴിഞ്ഞു വീഴണ്ടേ? പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നല്ലേ? മോദിയും പിടിക്കപ്പെടും. വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് മോദിയുടെ പടം നിമിഷാർദ്ധത്തിൽ മാറ്റിയിട്ടുണ്ട്. എവിടെയെങ്കിലും വാഹനം ഇടിച്ചു കയറ്റി കുറെ പേര് മരണപ്പെടുകയോ അപകടപ്പെടുകയോ ചെയ്യുമ്പോൾ അതിന്റെ ഡ്രൈവർ വാഹനം ഉപേക്ഷിച്ച് ഇറങ്ങി ഓടുന്നത് പോലെ.